നമ്മൾ വന്ന് റഷ്യ 2020 റഷ്യയുടെ ഫ്രണ്ടിലെത്തി. ക്യൂ ഭയങ്കരമാണ് ഇവിടെയും. നോക്കാം കയറാൻ പറ്റുന്നുണ്ടോ. ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല റഷ്യൻ സുന്ദരിമാർ നമ്മളെ വെൽക്കം ചെയ്യുന്നു. ഹായ്. ഇവിടെ കുറേ ഇങ്ങനെ ക്വാർട്ടേഴ്സ് കാണാം. നമുക്കിവിടെ റഷ്യയുടെ ഉള്ളിൽ മുകളിലേക്ക് പോകാനുള്ള എസ്കലേറ്ററുകൾ ഇതുണ്ടോ. പീറ്റർ പ്രോപ്പർട്ടി കയറുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാമ്പിങ് ചെയ്യിപ്പിക്കാം. ചേച്ചിമാരവിടെ സ്റ്റാമ്പ് ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു. റഷ്യ കൈ സേവ് ചെയ്തു. അങ്ങോട്ട് പാർട്ടി സെറ്ററാണ്. അങ്ങനെ നടന്ന് UAEയുടെ ഫ്രണ്ടിലെത്തി. നല്ല തിരക്കാണ്, നല്ല തിരക്ക്. ഇതാണ് അവിടെ UAEയുടെ ഈ ചിറകൊക്കെയുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ UAEയുടെ മുന്നിൽ എത്തിയപ്പം അവിടെ വരെയുള്ളൂ. അത് ലോക്ക് ചെയ്തു. അതായത് അവർ പറഞ്ഞ് ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് ഈ പണി കിട്ടിയത്. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോഴും ഇതാണ്ട് വീണ്ടും ഇവിടെ ലോക്ക് വീണിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വരാൻ പറഞ്ഞു, അനൗൺസ് ചെയ്തു. ഈ നിൽക്കുന്ന ചേച്ചിയില്ല മൈക്കും ഇതൊക്കെ ആയിട്ട് സ്പീക്കറുമായിട്ട് വിളിച്ചു പറഞ്ഞു 1 മണിക്കൂറിന് ശേഷം വരാൻ. തുറന്ന് ആദ്യമേ പറഞ്ഞു ഇനി 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതാണ് UAE കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. വീണ്ടും പിന്നെ നോക്കുന്നതായിരിക്കും. ഡ്രോൺ കണ്ടോ പറക്കുന്നത്? മേളിൽ ഡ്രോണൊക്കെ പറക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ നേരെ സൗദി അറേബ്യയിലോട്ട് പോവാം. സൗദി എന്തായാലും കാണാം. സൗദിയുടെ കാര്യം പറയുമ്പോൾ നമ്മളൊരാളെ ഓർക്കുന്നു. ആരെയാണ് സൗദി ഓർക്കുന്നത്? സൗദി അറേബ്യ പറയുമ്പോൾ നമ്മൾ ദിബിനെയാണ് ഓർക്കുന്നത്. സൗദിയിൽ വർക്ക് ചെയ്യുന്ന ദിബിന് വേണ്ടിയിട്ട് നമ്മൾ സൗദി അറേബ്യയിൽ കയറാൻ പോവുകയാണ്. കിങ്ഡം ഓഫ് സൗദി അറേബ്യ. ഇവിടെ അതിനപ്പുറമുള്ള തിരക്കാണ് നോക്ക്. പക്ഷേ ഇതെന്തായാലും മിസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കയറാൻ നോക്കാം. എങ്ങനെയാണ് അവസ്ഥയെന്ന് അറിയത്തില്ല. ബിൽഡിങ്ങിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. ചരിച്ചിട്ട് ആ ഒരു മേൽഭാഗം കിങ്ഡം ഓഫ് സൗദി അറേബ്യ കറക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചരിച്ചിട്ടാണ് കണ്ടോ. ആ അടിയിൽ കൂടെ നടക്കുന്ന ആൾക്കാരുടെ റിഫ്ലക്ഷൻ അതിൽ വരുന്നുണ്ട് കണ്ടോ. നമുക്ക് നോക്കാം കയറാൻ പറ്റുമെന്ന്. ഇല്ലാത്ത ക്യൂ ആണെങ്കിലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് നമ്മളുടെ സൗദി അറേബ്യ കണ്ടോ. വന്നിപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ വന്ന് ജസ്റ്റ് മുകളിലേക്ക് പോകും കണ്ടോ. ഇവിടെ നിന്ന് കയറി വരുമ്പോൾ ഉള്ളൊരു സീൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നുണ്ട് ഇവിടെ കണ്ടോ. ആ റൗണ്ടിൻ്റെ ഉള്ളിൽ അകത്ത് കയറിയില്ല. മഴയുടെ ഒരു എക്സ്പീരിയൻസ് വരുന്നുണ്ട് കയറുമ്പോൾ തന്നെ.
അറേബ്യയുടെ ഒരു ബ്യൂട്ടി, അണ്ടർ വാട്ടർ ബ്യൂട്ടി. ഇതാണ് കിങ്ഡം ഓഫ് സൗദി അറേബ്യയുടെ ഉള്ളിലെ കാഴ്ചകൾ. അതായത് കയറി വരുന്നിടത്ത് അവർ മഴ പെയ്യുന്ന ഒരു ഇതുണ്ട്, പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതുണ്ട്. ഇവിടുന്ന് അവർ നേരെ എന്ന് പറഞ്ഞാൽ ഒരു എസ്കലേറ്റർ മേലോട്ട് കയറ്റിട്ടാണ് പോകുന്നത്. നമുക്കൊരു ഇത് കാണാം, ജബൽ അൽ മഞ്ചൂർ അൽ റാ അൽ ഷുമാ, ഇത് ഷുവൈമിസ് ഹൈൽ, അത്തുറൈഫ് ഡിസ്ട്രിക്ട് ഇൻ അദ്ദറിയ. കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ കുറേ കാഴ്ചകളാണ്. അൽഹാൻ പാലസ് ഗുജറാൻ ഈ കാണുന്നത്. ഈ എസ്കലേറ്റർ തന്നെയുള്ള വ്യൂ അതുകൊണ്ട് മലയാളികളെയൊക്കെ കാണിക്കാനുണ്ടാവും. റിജാൽ അൽമ അസീർ, ഏഴുണ്ട് നൂർവേൽ ഹൗസ് ഹിസ്റ്റോറിക് ജിദ്ദ സൗദി അറേബ്യ. ഒരു വ്യൂ കാണിക്കുന്നുണ്ട്. ജബൽ അഖുറൈമത്ത് അലൂല സൗദിയ. ഓരോ സ്ഥലങ്ങളിലൂടെ കാര്യം കാണിക്കുന്നുണ്ട്. ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ഇതാണ് സൗദി അറേബ്യ. റേസിംഗ് ട്രാക്ക് കാണിക്കുന്നു. ലൈറ്റ്സ് ഒക്കെ ഇപ്പോൾ കളർ ചേഞ്ച്. ഇത് സൗദിയുടെ മറ്റൊരു ഇതാണ് കാണിക്കുന്നത് വ്യൂ. ഇത് നിങ്ങളെന്താ ഡാൻസ് ചെയ്യുന്നത്? ഇതേ വാ പിടിച്ചോ. ഞങ്ങളങ്ങനെ ഈ ഷോ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ഷോ കണ്ടിട്ട് പുറത്തേക്ക് പോയി തല ഇറങ്ങുന്ന ഒരു ഫീലുണ്ട് കേട്ടോ. ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ പറയല്ലേ. പ്രത്യേകിച്ച് ഈ ഒരു ലൈറ്റിംഗ് ആർന്നേ മുന്തോടെ ഇവിടെ ഒരു മൂവിങ് ആണ്. അതായത് സൗദി പവലിയൻ്റെ പുറത്ത് കാണുന്നത് കണ്ടോ. വെൽക്കം ടു സൗദി അറേബ്യ, ദിസ് ഈസ് അവർ സ്റ്റോറി ടുഗെദർ ഫോർ ടുമോറോസ് ഫ്യൂച്ചർ. കണ്ടോ ഇതിങ്ങനെ കൊടുത്തിട്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫുള്ള് സൈഡായിട്ട് കണ്ടോ. നല്ല രസമുണ്ടോ. അടുത്ത താഴെടുത്തുള്ളത് ഗ്ലാസ് സ്റ്റെപ്പിലൂടെ, അതായത് ഗ്ലാസ് സ്റ്റെയർ കേസിലൂടെ താഴോട്ടാണ്. ഫുള്ള് ഗ്ലാസ് ആണ് കണ്ടോ ഞങ്ങൾ നടക്കുന്നത്. താഴെ ഇനി എന്തോ ഒരു ഷോ അങ്ങോട്ടേക്ക് പോകാം. സൗദിയുടെ തന്നെയാണ് ഇവിടെ സ്റ്റോറി ടെല്ലിങ്. സ്റ്റോറി ടെല്ലിങ്. അങ്ങനെ നമ്മൾ സൗദിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാണ്. നല്ല അടിപൊളി ഷോ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. സൗദിയുടെ സ്റ്റാമ്പ് അടിച്ചിട്ടുണ്ട് നമ്മളുടെ ഇതിനകത്ത് കേട്ടോ, പാസ്പോർട്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ 500,000 വിസിറ്റേഴ്സ് ആയെന്ന് പറഞ്ഞ് വെൽക്കം ടു സൗദി അറേബ്യ. നമുക്കെല്ലാം എന്തോ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തോ തന്നെ തുറന്നു നോക്കേണ്ടി വരും. വെൽക്കം ടു സൗദി അറേബ്യ. അത് 500,000 വിസിറ്റേഴ്സാണ്. ഈ പവലിയനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുന്നത്. അതായത് കയറുന്നതിൽ നിന്നും ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നൊരു പവലിയനാണ് കണ്ടോ, കിങ്ഡം ഓഫ് സൗദി അറേബ്യ. അപ്പോൾ നമ്മൾ എക്സിറ്റ് പുറത്തേക്ക് പോവാം. അത് തുറന്ന് എന്ത് നോക്കട്ടെ. ഓക്കെ, ഇത് ഇതുള്ള കിങ്ഡം ഓഫ് സൗദി അറേബ്യ. മരങ്ങളും എന്ത് ഇത് എല്ലാം അറബികളും നിൽപ്പുണ്ടല്ലോ, മനുഷ്യരൊക്കെ. അല്ല ഇത് അൽ അസ ഒയാസിസ്. ഇതെവിടാണ്? ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ഇൻ 2018 ഇൻ ഒക്ടോബർ 2020. ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ ഉള്ളത്. ലാർജസ്റ്റ് കണ്ടെയ്ൻഡ് ഒയാസിസ്. നല്ല രസമുണ്ടല്ലോ കാണാൻ. എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ സൗദിയുടെ? ആണോ? അതാ
അത് മമ്മി അവിടെ സ്ക്രീനിൽ കൂടെ പോകുന്നതൊക്കെ വായിച്ചു പഠിക്കുകയാണ് കേട്ടോ. അത് പറഞ്ഞതേ ഉള്ളൂ. സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായിരുന്നോ? മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പവലിയനാണ് സൗദി അറേബ്യ. നല്ല ഇതാണ്. കുറേ ആൾക്കാർ പറഞ്ഞിട്ട് കുറേ കമൻസ് ഉണ്ടായിരുന്നു. റഷ്യ കണ്ടു, സൗദി കണ്ടു. അടുത്ത എവിടെയാണ്? പലസ്തീൻ നോക്കിയാലോ എന്ന് ആലോചിക്കുക. പലസ്തീൻ്റെ ഉണ്ട്, എമിറേറ്റ്സിൻ്റെ ഒരു പവലിയൻ അവിടെ കാണുന്നുണ്ട്. നോക്കാം.